പാരിസ്ഥിതികവും ചരിത്രപരവുമായ പ്രത്യേകതകൾ കൊണ്ട് ഏറെ പ്രാധാന്യമുള്ള ഒരു ചെങ്കൽ കുന്നാണ് കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ. ഏകദേശം 600 ഏക്കറോളം പരന്നു കിടക്കുന്ന ഈ സ്ഥലം പ്രകൃതി ഭംഗിയാലും ജൈവ വൈവിധ്യങ്ങളാലും സമ്പന്നമാണ്. നിർഭാഗ്യവശാൽ അപൂർവം സസ്യജന്തുജാലങ്ങളുടെ കലവറയായ മാടായിപ്പാറ ഇന്ന് നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു. ഏറെ പ്രാധാന്യത്തോടെ സംരക്ഷിക്കപ്പെടേണ്ട മാടായിപ്പാറ ഭരണകൂടത്തിന്റെയും പൊതുജനങ്ങളുടെയും നിരുത്തരവാദപരമായ സമീപനത്തിന്റെ കെടുതികൾ നേരിടുകയാണ്. അതിന്റെ സംരക്ഷണം ഇനിയും വൈകിയാൽ ഭൂമിയിലെ അപൂർവവും സുന്ദരവുമായ ഈ സ്ഥലം എന്നേക്കുമായി നമുക്ക് നഷ്ടമായേക്കാം. മാടായിപ്പാറ ഏകദേശം 950 ഏക്കർ വിസ്തൃതിയുള്ളൊരു സ്ഥലമാണ്. അത് മുഴുവൻ ചെറക്കൽ രാജവംശത്തിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടേതാണ്, പല ക്ഷേത്രങ്ങളുടെ. അതിൽ ഈ മാടായിപ്പാറ എന്ന് പറയുന്നത് ഈ കാണുന്ന മാടായി വടുകുന്ന മാടായി കാവിൻ്റെ സ്വത്താണ്, ദേവസ്വമാണ്. ആ ദേവസ്വത്തിൻ്റെതാണ് ഈ മാടായിപ്പാറ എന്ന് പറയുന്നത് 950 ഏക്കർ. പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ കാണാം. അറബിക്കടലിൻ്റെ നമ്മൾ കിഴക്ക് ഭാഗത്ത് നിന്ന് വരുന്ന കുപ്പൻ റിവർ. ദെൻ ഇപ്പുറത്തെ ഭാഗത്തായിട്ട് നമ്മൾ വടക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു രാമപുരം റിവർ. ഈ റിവേഴ്സ് എല്ലാം കൂടി വരുന്ന ഒരു ചുറ്റുപാടും വെറ്റ്ലാൻഡ്സുള്ള സ്ഥലമാണ്. ഈ വെറ്റ്ലാൻഡ്സിൻ്റെ നടുവിൽ ഒരു മേശ ഇട്ടതുപോലെയുള്ള ഒരു ലാറ്ററൈറ്റ് പ്ലാറ്റോ ആണ് നമ്മളെ ഈ മാടായിപ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ മാടായിപ്പാറ ഇതിൻ്റെ ഈ ഒരു ഇക്കോളജിക്കൽ സെറ്റിംഗ് അല്ലെങ്കിൽ ജിയോഗ്രാഫിക്കൽ സെറ്റിങ്സ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മൾ പറയാൻ പോകുന്നത്. കാരണം ഈ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് നമുക്ക് പല യുണീക്കായിട്ടുള്ള ഇക്കോസിസ്റ്റം കൂടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നമ്മൾ മെയിൻലി നമ്മൾ പറയുന്നത് പറഞ്ഞാൽ അതിനൊരു ഡ്രൈ ഫേസും ഒരു വെറ്റ് ഫേസും ഉണ്ട്. ഡ്രൈ ഫേസ് എന്ന് പറയുന്നത് നമ്മളൊരു മിക്കവാറും ഒരു നോർത്ത് ഈസ്റ്റ് മൺസൂൺ കഴിഞ്ഞാൽ ഡിസംബർ മുതൽ തന്നെ ജനുവരി ആകുമ്പോൾ തന്നെ ഡ്രൈ ആയി തുടങ്ങും. ജനുവരി മുതൽ തന്നെ ഒരു മെയ് വരെ നമുക്ക് ഒരു ഡ്രൈ ഫേസ് എന്ന് പറയാൻ പറ്റും, ഓൾമോസ്റ്റ് 6 months. ദെൻ അതിനുശേഷം മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ളൊരു വെറ്റ് ഫേസ്. അതാണ് അതിൻ്റെ ആ രണ്ട് ഡ്രൈ ഫേസും പിന്നെ വെറ്റ് ഫേസിലുള്ള ഡിഫറൻസാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു ചെറിയൊരു ഈ വെറ്റ് ഫേസിലാണ് ഏറ്റവും കൂടുതൽ ലൈഫ് ഉണ്ടാകുന്നത് ഇവിടെ. അപ്പോൾ ആ ചെറിയൊരു ഫസ്റ്റ് മഴ പെയ്യുന്നത് മുതലുള്ള ആ ഒരു ചേഞ്ചസ് വളരെ എഫമറലായിട്ടാണ്, വളരെ പെട്ടെന്നാണ് ഇക്കോസിസ്റ്റം മാറിക്കൊണ്ടിരിക്കുക. പക്ഷേ ആദ്യം നമ്മൾ ഈ വെറും നിങ്ങൾ വേനൽക്കാലത്ത് വന്നതിന് ഇവിടെ വെറും കറുത്ത പാറ മാത്രമായിരിക്കും. അപ്പോൾ ആ കറുത്ത പാറയിൽ ഫസ്റ്റ് മഴ പെയ്യുമ്പോൾ തന്നെ നമുക്ക് പച്ചപ്പ് വരും. ആ പച്ചപ്പിൻ്റെ മേലെ കുറച്ച് മണ്ണ് മാത്രമായിരിക്കും. ഈ കുറച്ച് മണ്ണിൽ മാത്രം ജീവിക്കുന്ന പല ചെടികളാണ് ഇവിടുത്തെ വലിയൊരു പ്രത്യേകത അതാണ്. അപ്പോൾ ആ ഒരു ചെടികളിൽ വരുന്ന മാറ്റങ്ങൾ, അതും ചില ചെടികൾ 2 ആഴ്ച 3 ആഴ്ച എല്ലാം ആനുവൽ പ്ലാന്റ്സ്, മിക്കവാറും എല്ലാം ആനുവൽ പ്ലാന്റ്സ് ആണ്. അപ്പോൾ അത് ചെറിയൊരു ആ സമയത്ത് മാത്രം ജീവിച്ച് മറ്റൊരു ചെടിക്ക് സ്ഥലം കൊടുക്കുകയാണ്, കാരണം കുറച്ച് മണ്ണ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു യുണീക്കായിട്ടുള്ളൊരു ഇക്കോസിസ്റ്റമാണ് മാടായിപ്പാറയിലുള്ളത്. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3ആയിട്ട് തരംതിരിക്കുന്നതായിട്ട് നമ്മൾ സാധാരണ പാഠപുസ്തകങ്ങളിൽ പറയുന്നത് മലനാട്, ഇടനാട്, തീരദേശം എന്ന നിലയിൽ. അപ്പോൾ അതിൽ ഇടനാട് എന്ന് പറയുന്ന സ്ഥലത്തിന് മറ്റ് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള പല ചെങ്കൽ കുന്നുകളും ഇടനാടൻ പ്രദേശങ്ങളാണ് കണ്ടുവരുന്നത്. പഴയകാലത്ത് കാടിൻ്റെ അല്ലെങ്കിൽ ആളുകൾ താമസിക്കാതിരുന്ന കാടിൻ്റെ ഭാഗം തന്നെയായിരുന്നു, അല്ലെങ്കിൽ കാടിനോട് ചേർന്ന് നിന്ന ഭാഗങ്ങളായിരുന്നു. ഒരുപക്ഷെ നമ്മൾ തിണകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മരുതം തിണയുടെയും മുല്ലൈ തിണയുടെയൊക്കെ ഭാഗമായിട്ട് വരുന്ന ഒരു ഭൂപ്രദേശമായിട്ടാണ് ചെങ്കൽ കുന്നുകളെ നമ്മൾ കണ്ടുവരുന്നത്. അതുമാത്രമല്ല, ചെങ്കൽ കുന്നുകൾ നമ്മൾ വിചാരിക്കും പലപ്പോഴും ചെങ്കൽ കുന്നുകൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ല മുതൽ നമ്മുടെ മലപ്പുറം ജില്ല വരെ ആണ് പ്രധാനമായും ചെങ്കൽ പാറപ്പരപ്പുകൾ അല്ലെ ചെങ്കൽ കുന്നുകൾ കണ്ടുവരുന്നത്.
അത് ഏകദേശം ഒരു 80 ചതുരശ്ര കിലോമീറ്ററാണ്. പിന്നെ ചില ഭാഗങ്ങൾ നമ്മുടെ ഡക്കാൻ പ്ലാറ്റ്യൂവിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലൊക്കെ ഈ ലാറ്ററൈറ്റ് കുന്നുകൾ കണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ മാടായിപ്പാറയുടെ തെക്ക് പടിഞ്ഞാറേ മൂല, അതായത് ഇപ്പോഴത്തെ വടുകുന്ന ശിവക്ഷേത്രത്തിൻ്റെ കുറേയും കൂടി പിറകിലേക്ക് ആയിട്ട് ഒരു 11 ഏക്കർ സ്ഥലം പണ്ട് ഒരു വമ്പിച്ച കോൺഗ്രസ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയും വലിയ വ്യവസായ പ്രമുഖനുമായിരുന്നു സാമുവൽ ആറോൺ എന്ന് പറയുന്ന വടക്കേ മലബാറിലെ പ്രസിദ്ധനായൊരു വ്യവസായി ആണ് ഈ ചൈനാക്കളെ കുഴിച്ചെടുത്താൽ വമ്പിച്ച ലാഭത്തിൽ അത് വിതരണം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ബോധ്യത്തിൽ അത് കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹം തെക്ക് പടിഞ്ഞാറേ അറ്റം തീർന്ന് ഒരു 11 ഏക്കർ സ്ഥലം അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ചെറക്കൽ കോവിലകത്ത് നിന്ന് മറുവാട്ടം വാങ്ങി. മറുവാട്ടം എന്ന് പറയുന്നത് പാട്ടം അല്ല, പാട്ടം എന്ന് പറയുന്നത് സ്വത്തിൻ്റെ ഉടമ കുടിയാൻ കൊടുക്കുന്നതാണ് പാട്ടം. നേരെ മറിച്ച് ഇതിന് മറുവാട്ടം എന്നാണ് പറയുക. മറുവാട്ടം എന്ന് പറയുന്നത് ഈ കുടിയാൻ ആണ് രജിസ്റ്റർ ചെയ്യുക, ആധാരം രജിസ്റ്റർ ചെയ്യുക. 1964 ഏപ്രിൽ 1-ാം തീയതിയാണ് ജന്മിത്വം അവസാനിച്ചത്. അതോടുകൂടി ഒരു ആധാരവും നിയമപ്രകാരമുള്ളതല്ല. പക്ഷേ അതിന് ശേഷവും അനേകം ആധാരങ്ങൾ കള്ളത്തരത്തിൽ ഭൂമി കൈക്കലാക്കാൻ വേണ്ടി ഉണ്ടാക്കുകയും ഒരു നിയന്ത്രണവുമില്ലാത്തിരുന്ന കാലത്തായതുകൊണ്ട് എല്ലാ ആധാരങ്ങളും രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം അന്നുണ്ടായിരുന്നതുകൊണ്ട് സർവ്വ മറുവാട്ടങ്ങളും പിന്നീടും രജിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പാടില്ലാത്തൊരു കാലത്ത് ഈ 11 ഏക്കറിലെ മൈനിങ് തൊഴിലാളികളുടെ ചെറിയ ചെറിയ പ്രവർത്തനം കൊണ്ട് തീരാറായ സമയത്ത് അവിടെ അതേ സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന ആളുകൾ അതിൻ്റെ മേൽവലത്തുള്ള ഈ സ്ഥലത്ത് കൃഷിക്കാരായി മാറുന്നതിന് പകരം അവർ തൊഴിലാളികളായി മാറി കമ്പനിയുടെ. അങ്ങനെ ക്രമേണ തൊഴിലിടങ്ങൾ തൊഴിലാളികൾ വർദ്ധിച്ച് 600ഓളം തൊഴിലാളികളായി മാറാനിടയായി. പിന്നീട് സാമുവൽ ആറോൻ്റെ പ്രഭവകാലത്ത് മുഴുവൻ ഇവിടുത്തെ നാട്ടിലുള്ള കർഷക തൊഴിലാളികളും മറ്റുമാണ്. 1964 ജൂലൈ 3-ാം തീയതി ആണ് ഈ 11 ഏക്കറയും അവസാനിക്കാറായ സമയത്ത് പിന്നീട് ഖനനം ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾ ഖനന ആവശ്യത്തിനല്ല, ഞങ്ങൾക്ക് ഈ ഈ 11 ഏക്കർ സ്ഥലത്ത് ഖനനം ചെയ്ത മണ്ണ് കൂട്ടിയിടാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് ഒരു 19 ഏക്കറ 1964 ജൂലൈ 3-ാം തീയതി വീണ്ടും ഒരു മറുവാട്ടം രജിസ്റ്റർ ചെയ്തു. ഏപ്രിൽ 1-ാം തീയതിക്ക് ശേഷമുള്ള മറുവാട്ടം നിയമവിരുദ്ധമാണ്. ജൂലൈ 3-ാം തീയതിയാണ് അത് രജിസ്റ്റർ ചെയ്തത്. അത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ മറുവാട്ടത്തിൽ പറഞ്ഞ വ്യവസ്ഥകളിൽ നിന്ന് വ്യത്യസ്തമായി അത് ചെറുങ്ങനെ ഖനനം ചെയ്യാൻ തുടങ്ങി. കാരണം ഉദ്ദേശം മറുവാട്ടത്തിൻ്റെ ഉദ്ദേശം തന്നെ ഖനനമായിരുന്നു. കർഷക ഭൂമി മാത്രമേ KLR ആക്ടിൻ്റെ പരിധിയിൽ പെടുള്ളൂ. കൃഷി ചെയ്യാത്ത ഒരു ഭൂമിയും KLR ആക്ടിൻ്റെ പരിധിയിൽ വരില്ല. പക്ഷേ ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നീട് പട്ടയം കൊടുക്കുന്നത് മുഴുവൻ ഒരു കൃഷിയോഗ്യവുമല്ലാത്ത മാടായിപ്പാറക്കാണ്. അത് തന്നെ നിയമവിരുദ്ധമാണ്. ഇപ്പോൾ മാടായിപ്പാറയുടെ ടോട്ടൽ ഏരിയ നമുക്ക് പറയുമ്പോൾ നമ്മളൊരു 600 ഏക്കറാണ്. 600 ഏക്കറിൽ നമുക്ക് ഈ ഒരു പരന്ന പ്രദേശമായിട്ട് കാണുന്നത് ചിലപ്പോൾ 300 ഏക്കർ മാത്രമായിരിക്കും. ഈ 300 ഏക്കറിൽ മാത്രമായിട്ട് നമ്മൾ 260-ലധികം പക്ഷികൾ ഇവിടെ കിട്ടുന്നുണ്ട്. 265 ഇപ്പോൾ ലേറ്റസ്റ്റ്. അപ്പോൾ 265 സ്പീഷീസിൽ പലതും മൈഗ്രേറ്ററി ആണ്. അതുമാത്രമല്ല ദേശാടന പക്ഷികൾ ആദ്യം എത്തുന്ന ഒരു സ്ഥലം കൂടിയായിട്ട് നമ്മൾ മാടായിപ്പാറയെക്കുറിച്ച് പറയും. കാരണം മാടായിപ്പാറയുടെ യുണീക്ക് സെറ്റിംഗ് തന്നെയാണ്. കാരണം ആ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് അറബിക്കടൽ, ഒരു ഭാഗത്ത് തന്നെ ഏഴിമല, അപ്പോൾ അതിനിടയിൽ ഒരു മേശ ഇട്ടതുപോലുള്ള മഴക്കാലത്ത് പ്രത്യേകിച്ചും ഈ പിന്നെ മൈഗ്രേറ്ററി സീസൺ തുടങ്ങുന്നത് നമ്മൾ ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റ് ലാസ്റ്റ് ആകുമ്പോൾ ദേശാടന പക്ഷികളൊക്കെ ഇവിടെ എത്തും. അപ്പോൾ ആ സമയത്ത് ഇവിടെ മുഴുവൻ വെറ്റ്ലാൻഡാണ്. ഇതിൻ്റെ മേലെയുള്ള ഈ പാറകളിൽ മുഴുവൻ ചെടികളും മറ്റ് ഇൻസെക്ട്സും മൊളസ്കുകളും ബാക്കിയുള്ള എല്ലാ ജന്തുക്കളും മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ദേശാടന പക്ഷികൾ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പോൾ കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു 15ഓളം പക്ഷികളിൽ പുതുതായിട്ട് കണ്ടെത്തിയിട്ടുള്ള പക്ഷികളിൽ പലതും ആദ്യം കണ്ടെത്തിയിട്ടുള്ള മാടായിപ്പാറയെന്നാണ്. ചില പക്ഷി ഇപ്പോൾ ബഫ് ബ്രസ്റ്റഡ് സാൻഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് വരുന്നൊരു പക്ഷിയാണ്. ആ പക്ഷി 12,000-ലധികം കിലോമീറ്റർ കറങ്ങി തിരിഞ്ഞ് ഇവിടെ 2011-ലും കണ്ടു, അതിനുശേഷം ലാസ്റ്റ് ഇയറും കണ്ടു. അപ്പോൾ അത് ഇവിടെ കൃത്യമായിട്ട് വരുന്നുണ്ട്. നമ്മൾ കാണാത്തതുകൊണ്ടായിരിക്കും മിക്കവാറും എല്ലാ പ്രാവശ്യവും ഇവിടെ വന്ന് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വളരെ ദൂരത്ത് നിന്ന് വരുന്ന ദേശാടന പക്ഷികൾ പോലും മാടായിപ്പാറയിലാണ് ആദ്യം എത്തുന്നത്. ആദ്യം എത്തി ബാക്കിയുള്ള വെറ്റ്ലാൻഡ്സ് മുഴുവൻ വെള്ളമൊക്കെ ആയിരിക്കും ആ സമയത്ത് മഴക്കാലത്ത്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി അങ്ങനെയുള്ളൊരു വെറ്റ്ലാൻഡാണ്.
ആ വെറ്റ്ലാൻഡിലേക്ക് അവരാണ് ആദ്യം വരുന്നത്. വന്ന് കുറച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് പോവാണ്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ വെറ്റ്ലാൻഡ്സും ഇല്ല, ഒന്നുമില്ലാത്തൊരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പം അങ്ങേ ഭാഗത്തൊക്കെ പുൽമേടുകൾ കാണാം. ലോ ലാൻഡ്, ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത്, അതായത് അധികം ഉയരത്തിലല്ലാത്ത രീതിയിലുള്ള തീരദേശത്തോട് അടുത്തുള്ള കുന്നിൻ പ്രദേശങ്ങളിൽ കാണുന്ന സ്വാഭാവികമായിട്ടുള്ള ഗ്രാസ് ലാൻഡ്സ് കാണാം, പുൽമേടുകൾ കാണാം. അതുപോലെ തന്നെ ഇവിടെ പല സ്ഥലത്തും മുൾപ്പൊന്തകൾ കാണാം. അതായത് ഒരു കന്നുകാലികളെയും മറ്റ് അതുപോലെ ഈ സസ്യഭോജികളായ ജീവികളെ അല്ലെങ്കിൽ ഇതുപോലെ വലിയ മൃഗങ്ങളെയൊക്കെ അകറ്റുന്ന രീതിയിലുള്ള മുള്ള് ഉള്ള ചെടികൾ ആദ്യം വരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ തൊട്ടാവാടി പോലുള്ളത്, അതുപോലെ കൂരിമുള്ള്, അതുപോലെ ചെറുതുടലി, വൻതുടലി, കാരമുള്ള്, ഇങ്ങനെയുള്ള മുൾച്ചെടികൾ മാത്രം വളരുന്നത്. കാരണം ആ മുൾച്ചെടികളുള്ള സ്ഥലത്ത് പിന്നീട് കന്നുകാലികൾ അടുക്കില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ മുൾച്ചെടികൾ വളർന്നു നിൽക്കുന്നു. ആ മുൾച്ചെടികളോടനുബന്ധിച്ച് നമ്മുടെ ചില വള്ളിച്ചെടികൾ, കുന്നിൽ പ്രദേശത്ത് കാണുന്ന ചില വള്ളിച്ചെടികളൊക്കെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു. അങ്ങനെയുള്ള മുൾപ്പൊന്തകൾ നമുക്കിവിടെ മാടായിപ്പാറയിൽ കാണാൻ പറ്റും. ഞാനിവിടെ ബട്ടർഫ്ലൈസ് ആണ് കൂടുതലും ശ്രദ്ധിക്കാറുള്ളത്. ബട്ടർഫ്ലൈസിൽ ഇവിടെ 140 മുകളിൽ ബട്ടർഫ്ലൈസ് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ റെഡ് സ്പോട്ട് ഡ്യൂക്ക്, ഏറ്റവും ചെറിയ ചിത്രശലഭമായ ഗ്രാസ് ജുവൽ മുതൽ ഏറ്റവും വലിയ ഗരുഡ ശലഭം വരെ ഇവിടെ കാണുന്നുണ്ട്. റയറായിട്ട് ഇവിടെ കാണുന്നത് പറഞ്ഞാൽ റെഡ് സ്പോട്ട് ഡ്യൂക്ക്, പയനീർ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. അതുപോലെ പാൻസി ശലഭങ്ങൾ 6 ടൈപ്പ് ശലഭങ്ങൾ, അത് 6ഉം ഇവിടെ റിപ്പോർട്ടുണ്ട്. ലാർവ ഭക്ഷണ സസ്യങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് ഇവിടെ വെറൈറ്റി ബട്ടർഫ്ലൈസ് കാണാറുണ്ട്. ബട്ടർഫ്ലൈസിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. കോമൺ ഷോട്ട് സിൽവർ ലൈൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഇവിടെ ഫസ്റ്റ് ടൈം ഇപ്പോൾ ഇവിടെ റിപ്പോർട്ട് ആദ്യമായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. തൊണ്ണൂറുകളിലുണ്ടായ സമരമാണ് ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെയൊക്കെ പ്രേരിപ്പിച്ചത്. അങ്ങനെ ആ കാലത്ത് 90-91 കാലത്ത് മാടായിപ്പാറയിൽ നിന്ന് 4 പുതിയ സസ്യങ്ങളെ കണ്ടെത്തുകയുണ്ടായി. അതായത് ശാസ്ത്രീയമായിട്ട് പുതിയതായി ഡിസ്ക്രൈബ് ചെയ്ത 4 നമ്മളെ പാറമുള്ള് എന്ന് പറയുന്ന ലെപ്പിഡോഗത്തിസ് കാരലൻസിസ്, അതുപോലെ ഏകസുമം എന്ന് മലയാളത്തിൽ പേര് കൊടുത്തിരിക്കുന്ന ജസ്റ്റീഷ്യ ഏകകുസുമ, അതുപോലെ മൈലാഞ്ചിയുടെയൊക്കെ കുടുംബത്തിൽ വരുന്ന ചെറിയ വെള്ളത്തിലുണ്ടാകുന്ന റൊട്ടാല മലബാറിക്ക, അതുപോലെ മുലചുരത്തി എന്ന് പറയുന്ന യൂഫോർബിയ ഡെക്കാനൻസിസ് എന്ന് ഇപ്പോഴും പേര് കൊടുത്തിരിക്കുന്ന, പഴയകാലത്ത് മഹാരാഷ്ട്രയിലെ കത്രാജൻ കുന്നുകളിൽ മാത്രം വന്നിരുന്നു എന്ന് പറയുന്ന ചെടി. ഇങ്ങനെയുള്ള 4 പുതിയ സസ്യങ്ങളെ ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വളരെ സജീവമായ ഒരുപാട് സസ്യശാസ്ത്രജ്ഞന്മാരും ജന്തുശാസ്ത്രജ്ഞന്മാരൊക്കെ ഈ മേഖലയിൽ പഠനം നടത്തിയിട്ടായി. അതിൽ ആദ്യത്തെ ഇവിടുത്തെ ജന്തു വൈവിധ്യത്തെക്കുറിച്ചുള്ള പഠനം നടത്തുന്നത് ജാഫർ പാലോട്ടിൻ്റെ ഓഫീസിൽ തന്നെയുള്ള അന്നത്തെ ജോയിൻറ്റ് ഡയറക്ടറായിരുന്ന, സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ജോയിൻറ്റ് ഡയറക്ടറായിരുന്ന സി രാധാകൃഷ്ണൻ എന്ന പേരുള്ള ആളായിരുന്നു. അപ്പോൾ അവരാണ് ഫോണൽ ഡൈവേഴ്സിറ്റി ഓഫ് മാടായിപ്പാറ എന്ന പേരിൽ ഈ ഒരു മാടായിപ്പാറയിലെ ജന്തു വൈവിധ്യത്തെക്കുറിച്ച് ആദ്യത്തെ ഒരു ശാസ്ത്രീയമായ പഠനം നടത്തുകയും അത് ഒരു രേഖയായിട്ട് അല്ല ഒരു പുസ്തകമായിട്ട് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നെറ്റിൽ ലഭ്യമാണ്. അതിനുശേഷം പിന്നീട് വളരെ തറവായിട്ടുള്ള വളരെ സമഗ്രമായ ഒരുപാട് പഠനങ്ങൾ ഇവിടെ പല രീതിയിൽ അക്കാഡമീഷ്യന്മാരും അല്ലാത്തവരും ചേർന്നിട്ട് ഇത്തരം ഒരുപാട് പഠനങ്ങൾ നടക്കുകയുണ്ടായി. അതിൽ നമ്മൾ കഴിഞ്ഞ കുറേ വർഷമായിട്ട് നടത്തിയ പഠനത്തിൻ്റെ ഫലമായിട്ടാണ് അതിനുശേഷം അന്ന് ബ്രണ്ണൻകോളയിൽ 2011-13 വരെയുള്ള കാലഘട്ടത്തിൽ ബ്രണ്ണൻകോളയിൽ അധ്യാപകനായിരുന്ന അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്ന ഡോക്ടർ സി പ്രമോദ്, ഇവിടുത്തെ പ്രമോദിൻ്റെ ഒരു ഡോക്ടറൽ തിസീസ് തന്നെ ഇവിടുത്തെ സപുഷ്പി സസ്യങ്ങളുടെ വൈവിധ്യം എന്ന വിഷയമായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം 660ഓളം സസ്യങ്ങൾ മാടായിപ്പാറയിലുണ്ടെന്ന് കണ്ടെത്തി. 30ഓളം പുൽവർഗ്ഗ ചെടികൾ ഇവിടുത്തെ 30ഓളം പുൽവർഗ്ഗ ചെടികൾ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന പുൽവർഗ്ഗ ചെടികളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ അതിനുശേഷം നേരത്തെ പുതുതായിട്ട് അടുത്ത കാലത്തായിട്ട് ഒരുപാട് ലിൻഡേർണിയ മാഡായൻസിസ് എന്ന് പറയുന്ന പയ്യന്നൂർ കോളേജിലെ ബോട്ടണി അധ്യാപകനായ രതീഷ് നാരായൺ ഡിസ്ക്രൈബ് ചെയ്ത ഒരു ചെടിയുണ്ട്. അതുപോലെ തന്നെ പ്രമോദ് തന്നെ ഇവിടെ പാരസൊപ്പോബിയ ഹോഫ്മാനി, അതിൻ്റെ ഒരു വെറൈറ്റി പാരസൊപ്പോബിയ ഹോഫ്മാനി വെറൈറ്റി ആൽബ, വെളുത്ത പൂവുള്ളതും ഇളം പിങ്ക് പൂവുള്ള 2 വെറൈറ്റീസും ഇവിടെ കണ്ടുവരുന്നുണ്ട്. അതുപോലെ സീലാക്നെ മാഡായൻസിസ്,
അങ്ങനെയുള്ള പുതിയ ഒരുപാട് ചെടികൾ, ഏകദേശം 10-12ഓളം പുതിയ സസ്യങ്ങൾ ശാസ്ത്രലോകത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് മാടായിപ്പാറയിലാണ്. തന്നെ മൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയ മൈനിങ് ആയിരുന്നു. പക്ഷേ എൻ്റയർ ലാൻഡ് ഈ മാടായിപ്പാറ മുഴുവൻ മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 91 പ്രപ്പോസൽ വരുന്നത്. ഗുജറാത്ത് മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും നമ്മളെ കേരള ക്ലേസ് ആൻഡ് സെറാമിക് അവർ തമ്മിൽ രണ്ടാളും കൂടി ജോയിൻ്റ് ആയിട്ടുള്ള വെഞ്ചറായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റയർ ഈ ഏരിയ കംപ്ലീറ്റ് മൈൻ ചെയ്യാൻ വേണ്ടി അന്ന് പറഞ്ഞിരിക്കുന്ന ഏകദേശം 30 മെട്രിക് ടൺ ചൈന ക്ലേ ഇതിൻ്റെ അടിയിലുണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ 5 മെട്രിക് ടൺ ലിഗ്നൈറ്റ്. ഇത് രണ്ടും മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ കമ്പനി ആരോട് ചോദിച്ചൊന്നുമില്ല, അവർ വന്ന് മൈൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പിന്നെ ആ സമയത്ത് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ഒരു ടീം വന്നു. ഇവിടെ ഡൽഹിയിൽ നിന്ന് വാപ്കോസ് എന്ന് പറഞ്ഞൊരു ഏജൻസിയാണ് വന്നത്. അവർ വന്ന് ഇത് സ്റ്റഡി ചെയ്തു, 1 വർഷം സ്റ്റഡി ചെയ്ത് അവർ റിപ്പോർട്ട് കൊടുത്തു. അവർ പറഞ്ഞു ഇവിടെ ഒരു 14 തരം ചെടി മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് നമ്മൾ സീക്ക് എന്ന് പറഞ്ഞ സംഘടന നമ്മളെല്ലാവരും കൂടി VC ബാലകൃഷ്ണൻ നമ്മളെല്ലാം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി റിപ്പോർട്ട് ഉണ്ടാക്കി. ആ റിപ്പോർട്ടിൽ നമ്മൾ ധാരാളം പ്ലാൻസ്, അതിനുശേഷം കുറേ സ്റ്റഡീസ് വന്നപ്പോൾ ഇപ്പോൾ 670ഓളം ചെടികളാണ് ഇവിടെ ഉള്ളത്. കമ്പനിയുടെ അധികൃതന്മാർക്കും കമ്പനിയുടെ രക്ഷകന്മാരായ സർക്കാരിനും, അല്ലെങ്കിൽ കമ്പനി ഉണ്ടാക്കിയ സർക്കാരിനും ഇത് കുറച്ച് പ്രയാസമായി തുടങ്ങി ഞങ്ങളുടെ സമരത്തിൻ്റെ തീക്ഷ്ണത കൊണ്ട്. അതിനാൽ അതില്ലാതാക്കാൻ വേണ്ടി മാടായിപ്പാറ ആകമാനം ഖനനം ചെയ്യാൻ വേണ്ടി ഒരു സൂത്രപ്പണിയെടുത്തു കമ്പനി. ആകമാനം ഈ കാണുന്ന 950 ഏക്കറയും ഖനനം ചെയ്യാൻ. അന്ന് ഇവരുടെ മാനേജിംഗ് ഡയറക്ടർ ഒരു ചെറിയാൻ എന്ന് പറയുന്ന ഒരു ജിയോളജിസ്റ്റാണ്, അന്നത്തെ മാനേജിംഗ് ഡയറക്ടർ. 1990 മുതൽക്കുണ്ടായിരുന്ന മാനേജിംഗ് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു ശിവദാസൻ എന്ന് പറയുന്ന ഒരാൾ, ലിഗ്നൈറ്റ് കമ്പനിയുടെ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്, നെയ്വേലി ലിഗ്നൈറ്റിൻ്റെ വലിയ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയുള്ള സംരംഭങ്ങൾ തുടങ്ങി. ഇത് വലിയ തോതിൽ ലിഗ്നൈറ്റാണ്, ഈ വ്യവസായ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്, വലിയ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ കഴിയുന്നതാണ്, ലാഭകരമായി വിതരണം ചെയ്താൽ കേരളം മുഴുവൻ സമ്പന്നമാവും എന്ന് പറഞ്ഞിട്ട് ഒരു കള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയാണ് ഈ ശിവദാസനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷേ ഞങ്ങൾക്കിതിൻ്റെ വസ്തുത മനസ്സിലാക്കി. ഞങ്ങൾ പിന്നീട് കേരളമായതുകൊണ്ട് ഇവിടെ പല ലാബറട്ടറിയിലും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ സാമ്പിളാണ് അന്ന് കണ്ടെത്തിയ 2.5% ലിഗ്നൈറ്റിൻ്റെ ഇന്ധനക്ഷമതയെ ഇവിടെയുള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് അതിനെതിരായി അതിശക്തമായ സമരം. കാരണം മാടായിപ്പാറ 950 പൂർണ്ണമായി ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം പോലും സമുദ്രനിരപ്പിൽ എത്തുന്ന പരിപാടിയാണിത്. പിന്നെ ലിഗ്നൈറ്റ് നിക്ഷേപിപ്പം ഏകദേശം ഒരു 15 മീറ്റർ താഴെ, ഒരു 10-15 മീറ്റർ താഴെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മാടായിപ്പാറയുടെ സൗന്ദര്യം മുഴുവൻ പോയി, മാടായിപ്പാറയുടെ ഘടനാ സവിശേഷത പോയി, മാടായിപ്പാറ അല്ലാതായി മാറി. പിന്നീട് ചൈന ക്ലേ കുടിക്കാമെന്ന് പറയും. ഏതായാലും ഉപയോഗശൂന്യമായ വസ്തുവായി മാടായിപ്പാറ. ഉടനെ അതിൽ നിന്ന് കുറേ താഴേക്ക് പോയി ചൈന ക്ലേ കുടിച്ചെടുക്കാമെന്ന് പറയും. അതാ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് ഈ ലിഗ്നൈറ്റ്, ഇന്ധനക്ഷമമല്ലാത്ത ലിഗ്നൈറ്റ് വലിയ വ്യവസായ വിപ്ലവം ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് കള്ളത്തരത്തിലൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തത്. അതിനെതിരെ അതിശക്തമായ സമരം ഞങ്ങൾ കലക്ടർ ഓഫീസിലും പറ്റി ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ നിന്ന് ബസ്സിലും കാറിലുമൊക്കെ പോയി സമരം ചെയ്തതിൻ്റെ ഫലമായി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ കൊണ്ട് ഇതിനെതിരായി ഒരു റിപ്പോർട്ടാക്കി വെച്ച് അത് കോടതിയിൽ സമർപ്പിച്ച് ഒരു കാരണവശാലും ലിഗ്നൈറ്റ് നിക്ഷേപത്തിന് മാടായിപ്പാറ കുഴിക്കാൻ ഖനനയോഗ്യമല്ലാത്തതാണ് എന്ന് പറഞ്ഞ് ഒരു സർക്കാരിൽ നിന്നൊരു ഉത്തരവ് വാങ്ങി, അല്ല ഹൈക്കോടതിയിൽ നിന്നൊരു ഉത്തരവ് വാങ്ങി. അങ്ങനെയാണത് പൊളിഞ്ഞു പോയത്. 1976 അദ്ദേഹം കമ്പനി പൂട്ടിപ്പോയി, തൊഴിലാളി സമരങ്ങൾ വന്നു, പിന്നെ ക്രമേണ നഷ്ടത്തിലാവാൻ തുടങ്ങി, പൂട്ടിപ്പോയി. അതോടുകൂടി രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സമ്മർദ്ദഫലമായി അന്നത്തെ ഗവൺമെൻറ്റിനെ സ്വാധീനിക്കുകയും 1980 തൽക്കാലം സാമുവൽ ആറോൻ്റെ അനന്തരാവകാശികളിൽ നിന്ന് 2 കൊല്ലത്തേക്ക് മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുകയും ചെയ്തു കമ്പനിയുടെ. അന്ന് കേസ് നടക്കുന്നുണ്ട്, അനന്തരാവകാശികളുമായി സർക്കാർ കേസ് നടക്കുന്നുണ്ട്. കോമ്പൻസേഷൻ ഒന്നും ഇല്ലാതെയാണ് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് മാത്രം തൽക്കാലം ഏറ്റെടുത്തു. 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഹോൾഡിംഗ് കമ്പനിയാക്കി മാറ്റി ഗവൺമെൻറ്. എന്നിട്ട് അത് നോട്ടിഫിക്കേഷനാക്കി. അങ്ങനെ ഇപ്പോൾ ഒരു ഹോൾഡിംഗ് കമ്പനി എന്നുള്ള പേര് മാറ്റിയിട്ട് ഹിന്ദുസ്ഥാൻ ചൈന ക്ലേ എന്ന് പറയും. ആ കമ്പനിയുടെ പേര് ഹിന്ദുസ്ഥാൻ ചൈന ക്ലേ. അത് പേര് മാറ്റി കേരള സെറാമിക്സ് പ്രോഡക്ട്സ് കേരള സൂപ്പർ ക്ലേസ് മൈനിങ് പ്രോഡക്ട്സ് ലിമിറ്റഡ് KCCPL എന്ന പേരിൽ കേരള ക്ലേസ് ആൻഡ് സെറാമിക്സ് പ്രോഡക്ട്സ് ലിമിറ്റഡ്, അതാണ് ഇപ്പോൾ പേര്. അവിടെയാണ് ആധുനിക മെഷീനറി കൊണ്ടുവന്നു. മറ്റേ കുണ്ടറയിൽ വലിയ ഖനന ഏർപ്പാടുണ്ട്, അവിടെ നിന്നൊക്കെ ആധുനിക മെഷീനറി കൊണ്ടുവന്ന് ഇതിൻ്റെ അധികൃതന്മാർ ഇവിടെ ഖനനം ചെയ്യാൻ തുടങ്ങി. 500 തൊഴിലാളികൾ ഒരു മാസം കൊണ്ട് ചെയ്യുന്ന ജോലി ഒരു ദിവസം 3 മണിക്കൂറോ 4 മണിക്കൂറോ കൊണ്ട് ചെയ്യാൻ തുടങ്ങി. ആധുനിക ഇത് പാറ പൊട്ടിക്കുകയും പെട്ടെന്ന് അഴുത്തുകയും ചൈന ക്ലേ വളരെ വേഗം കുഴിച്ചെടുക്കുകയും ലാഭകരമായ വ്യവസായമാക്കി മാറ്റുകയും ചെയ്തു. അതോടുകൂടി നാട്ടിലാകമാനം
മാലിന്യ പ്രശ്നങ്ങളും അന്തരീക്ഷ മലിനീകരണവും ഭൂമിയുടെ മണ്ണിൻ്റെ മലിനീകരണവും വെള്ളത്തിൻ്റെ മലിനീകരണവും പൊടിപടലങ്ങളാകമാനം എല്ലാം നിറയുകയും ചെയ്തതോടുകൂടി തൊട്ടടുത്തുള്ള വടൂന്ന ശിവക്ഷേത്രത്തിൽ വിളക്ക് കത്തിക്കാൻ പോലും സാധ്യമാവാത്ത ഒരു പരിസ്ഥിതി ഉണ്ടാവുകയും ചെയ്തു. പിന്നെ പാറ പൊട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ ട്രമർ വന്നിട്ട് ക്ഷേത്രത്തിൻ്റെ ചുമരുകൾക്ക് വിള്ളലുണ്ടാകാൻ തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ നാട്ടുകാരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടുകയും 1993 മാർച്ച് 19 ആ രീതിയിലുള്ള ഒരു സമര സംഘടന, അന്നത്തെ ആദ്യത്തെ പേര് ഞങ്ങൾ എൻവയോൺമെൻറ്റൽ കോൺസർവേഷൻ ഗ്രൂപ്പ് എന്നായിരുന്നു അതിൻ്റെ പേരുണ്ടാക്കിയത്. എൻവയോൺമെൻറ്റൽ കോൺസർവേഷൻ ഗ്രൂപ്പ് 2 കൊല്ലം അതിശക്തമായ സമരം നടത്തി. അപ്പോൾ അതിനെതിരെ വലിയ തോതിൽ ഗവൺമെൻറ്റും അവരുടെ രാഷ്ട്രീയ പാർട്ടിയും അതത് കാലത്ത് വരുന്ന ഗവൺമെൻറ്റുകളും അവരുടെ രാഷ്ട്രീയ പാർട്ടികളും ഉദ്യോഗസ്ഥ വൃന്ദവും മുഴുവൻ ഞങ്ങൾക്കെതിരായി പല കള്ളക്കേസുകളിലും കൊടുക്കാൻ തുടങ്ങി ഞങ്ങളെ സമരസമിതിക്കാരെ. അങ്ങനെ അനേക കാലം. പക്ഷേ ഞങ്ങൾ ഒരു കാരണവശാലും പിന്നോട്ട് പോയില്ല. അതിശക്തമായ സമരം തുടരുക തന്നെ ചെയ്തു. ആ പോരാട്ടത്തിൻ്റെ ഫലമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ ചെറിയ ബോധോദയം ഉണ്ടാവുകയും അന്നത്തെ വ്യവസായ മന്ത്രിയായ ഈ ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞാലിക്കുട്ടിയുടെ പാർട്ടിക്ക് ഒരു ചെറിയ ബോധോദയം ഉണ്ടാവുകയും അവർ പോലും നാട്ടുകാരുടെ സമരത്തിന് അനുകൂലമായി തീരുകയും അങ്ങനെ പാർട്ടിയെ നിർബന്ധിച്ചുകൊണ്ട് ഇത് ഖനനം നിർത്താൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുപ്പിക്കുകയുമാണ് ചെയ്തത്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ ആഘാതങ്ങൾ ചെറിയ തോതിലെങ്കിലും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൃഷിഭൂമി പോയ കൃഷിഭൂമികളിൽ വീണ്ടെടുക്കാൻ കഴിയുകയില്ല. പോയ കുടിവെള്ള കിണറുകളിലെ വെള്ളം ശുദ്ധമാക്കാൻ പ്രയാസമാണിനി. തണ്ണീർത്തടങ്ങൾ വയലുകളിലുള്ള കൃഷിയോഗ്യമാക്കാൻ സാധിക്കുകയില്ല. ആയിരക്കണക്കിന് ഫലവൃക്ഷങ്ങളുടെ തലപ്പ് നശിക്കുകയും നാളികേരത്തിൻ്റെയും മറ്റും വലിയ തോതിലുള്ള ഉൽപ്പാദനം ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇനി പുനഃസ്ഥാപിക്കാനാവുകയില്ല. നാട്ടിലാകമാനം ഇതിൻ്റെ രാസപദാർത്ഥങ്ങൾ നിറഞ്ഞിട്ടുള്ള ഭൂമിയുടെ രാസപദാർത്ഥ പ്രദേശങ്ങളായി മാറിയത് വീണ്ടെടുക്കാനാവുന്നില്ല. ആ ഖനനത്തിൻ്റെ ശേഷമുണ്ടായ അവശിഷ്ടങ്ങൾക്ക് അത് കാട് വെച്ച് പിടിപ്പിക്കാൻ ഉപയോഗിക്കണമെന്ന് നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മൈനിങ് ആക്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കേരള മിനറൽ കോൺസർവേഷൻ ആക്റ്റിൽ പ്രത്യേകം ഒരു വകുപ്പാണത്. 1986 നിയമമാണത്. ആ വ്യവസ്ഥ നിർബന്ധമായും നിരാകരിച്ചുകൊണ്ട് ലംഘിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ടൺ ചെമ്മണ്ണ് ഈ ഖനനം പൂട്ടിയതിന് ശേഷം ഉണ്ടായ 10-50 രാഷ്ട്രീയ തൊഴിലാളികളുണ്ട്. അന്ന് രാഷ്ട്രീയ പാർട്ടികൾ നിയമിച്ച തൊഴിലാളികളുണ്ട്. അവർക്ക് ജോലിയില്ലാതായി. അവർക്ക് വെറുതെ ശമ്പളം കൊടുക്കണം. ജോലിയില്ലാതെ വെച്ചാൽ അവർക്ക് ഇനി ജോലി എടുക്കാൻ കഴിയുകയില്ല. ഖനനമാണ് അവരുടെ ജോലി. അതിനെന്ത് ചെയ്തു? ഈ ലാഭം മുഴുവൻ ഉപയോഗിച്ചു. ഇതുവരെ ഉണ്ടാക്കിയ ലാഭം മുഴുവൻ അതിനുപയോഗിച്ചു. അതുകൂടാതെ ചെമ്മണ്ണ് ആയിരക്കണക്കിന് ടൺ വിറ്റിട്ട് അതിൻ്റെ പൈസ ഉപയോഗിക്കുന്നു. ഇപ്പോൾ 7 ഏക്കർ മൈൻ ചെയ്ത് കഴിഞ്ഞു. മൈൻ ചെയ്യാൻ പാടില്ലാത്ത ഭൂമി 7 ഏക്കർ മൈൻ ചെയ്ത് കഴിഞ്ഞു. ആ 19 ഏക്കർക്കെതിരായി കേസ് ഇപ്പോഴും നിലവിലുണ്ട് ഹൈക്കോടതിയിൽ. അപ്പോഴാണ് ആ ഭൂമി ഞങ്ങൾ വീണ്ടെടുത്ത് കാർഷിക യോഗ്യമാക്കും, പരിസ്ഥിതി സൗഹൃദ മേഖലയാക്കി മാറ്റുമെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച ഈ KCCPയുടെ ചെയർമാനായ TV രാജേഷ് മുൻ MLA അദ്ദേഹം കുറേ ഉദ്യോഗസ്ഥന്മാരെ അവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ചൈനാക്കളെ കമ്പനിയുടെ ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നത് ശുദ്ധാസംബന്ധമാണ് പറയുന്നത്. പിന്നെ 150 അടി ആഴത്തിലുള്ള ഭൂമി കുന്നാക്കി മാറ്റാൻ കഴിയുമോ ഇനി? അങ്ങനെ മാത്രമേ ഈ പരിസ്ഥിതി സൗഹൃദ പ്രദേശമാക്കി മാറ്റാൻ കഴിയുള്ളൂ. ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് കുന്നും പ്രദേശത്തുള്ള ജൈവ വൈവിധ്യം താഴ്വരയിലുള്ള കൃഷിഭൂമിയിൽ ഉണ്ടാവുകയില്ല. ഇതുപോലെ ജൈവ വൈവിധ്യം സമ്പന്നമായ മേഖലകൾ, അതുപോലെ തുറസായ പുൽമേടുകൾ, തുറസായ പാറപ്രദേശങ്ങൾ, കടൽ തീരങ്ങൾ, ഇതുപോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു ധാരണ വെച്ചിട്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പം കണ്ണൂർ ജില്ലയുടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇടം പിടിച്ച ഒരു സ്ഥലമാണ് മാടായിപ്പാറ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ദോഷം ഉണ്ട്. ടൂറിസം ആകാം, പക്ഷേ അത് കൺട്രോൾഡ് ആയിരിക്കണം. ഇപ്പോൾ ഖനനത്തിനെതിരായിട്ടുള്ള പോരാട്ടമല്ല ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഖനനത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചെടുത്ത ഭൂമി വളരെ വിശാലമായ പാറപ്പുറമാണെന്ന് ഞങ്ങൾ പ്രചരിപ്പിച്ചതിൻ്റെ ഫലമായി നാട്ടിലെമ്പാടും അത് വലിയ പ്രസിദ്ധീകരണം ലഭിക്കുകയും ഇതൊരു വലിയ വിശാലമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ മാടായിപ്പാറയിൽ വന്ന് അവരുടെ കാറുകളും വാഹനങ്ങളും ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും റോഡ് വക്കിൽ പാർക്ക് ചെയ്ത് നടന്നിട്ടും, പിന്നെ കുറേ ആളുകൾ
റോഡ് വക്കിൽ കാറ് പാർക്ക് ചെയ്യാതെ പാറപ്പുറത്തേക്കൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ചക്രച്ചാലുകൾ അവിടുന്ന് പ്രാണിവർഗ്ഗങ്ങളുടെയും ഇഴജീവി വർഗ്ഗങ്ങളുടെയും സസ്യത്തിൻ്റെയും പ്രചരണം പൂർണ്ണമായി ഇല്ലാതാവുന്നു. അതുകൊണ്ടാണ് കാക്കാപ്പൂന്ന് വളരെ കാലമായിട്ട് ഇല്ലാതാകുന്നത്. ഇതിനെതിരായി കോടതിയിൽ ഞങ്ങൾ ഒരു ഉത്തരവ് വാങ്ങി. ഒരു കേസിൽ പാറപ്പുറത്തേക്കൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുകയോ മലിനീകരണങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാൻ പാടില്ല. അതിന് ഉത്തരവാദി പഴയങ്ങാടി പോലീസ് സബ് ഇൻസ്പെക്ടറും കണ്ണൂർ ജില്ലാ പോലീസ് ചീഫുമാണ്. അവരെ ഉത്തരവാദിപ്പെടുത്തിക്കൊള്ളുന്നു എന്നൊരു ഹൈക്കോടതിയിൽ 2019 ഒരു ഉത്തരവുണ്ടായിട്ടുണ്ട്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പല ദിക്കുകളിലും നിങ്ങൾ പോലീസ് ഇപ്പോഴും സ്ഥാപിച്ച ബോർഡ് ഇപ്പോഴും നിങ്ങൾക്ക് കാണാം അവിടെ. ആ ഉത്തരവിന് ശേഷമാണത്. പക്ഷേ അത് നടപ്പാക്കുന്നില്ല പോലീസ്. പിന്നെ ഇവിടെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ചെടികളും ഇല്ല, അതുപോലെ ബാക്കിയുള്ള എല്ലാം നശിപ്പിച്ച് കഴിഞ്ഞു. ഇപ്പം മിക്കവാറും എല്ലാം പോയിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ ചെടികളൊക്കെ പോയി, അതുപോലെ തന്നെ ഈ ജന്തുക്കൾ പലതും ഇല്ലാതായി, പക്ഷികൾ വരുന്നത് കുറഞ്ഞു. മാത്രമല്ല പല പക്ഷികളും ഉറങ്ങാൻ വരുന്ന സ്ഥലം കൂടിയാണ്. കാരണം ഞാൻ പറഞ്ഞു ചുറ്റുപാടും വെറ്റ്ലാൻഡ്സ് ആണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലം. അപ്പോൾ അവിടുന്ന് ഒരു സമാധാനമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി വരുന്ന പക്ഷികൾക്ക് പോലും ഇപ്പോൾ രക്ഷയില്ല. കാരണം ഇപ്പോൾ വൈകിട്ടും ആൾക്കാർ ഇവിടുന്ന് പോകുന്നേ ഇല്ല. ഇവിടുന്ന് ഇപ്പോൾ രാത്രിയും ആൾക്കാർ ടൂറിസ്റ്റ് കേന്ദ്രം എന്നുള്ള മാതിരി ആൾക്കാർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഈ പരന്ന പാറപ്പരപ്പിൽ ഇവിടെ കാക്കകൾ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. കാക്കകൾ സാധാരണ നമ്മൾ ബലിക്കാക്ക നമുക്കിവിടെ കുറവാണ്, നമുക്കിവിടെ ഉള്ളത് കൂടുതലും പേനക്കാക്കകളാണ്. അപ്പോൾ ഈ ബലിക്കാക്കയുടെ വലിയൊരു റൂസ്റ്റ് ഇവിടെ പാറയിൽ ഉറങ്ങാൻ വരുന്നുണ്ട്. ഒരു 500-ലധികം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഇത്രയും നമ്മുടെ നാട്ടിൻ പുറത്ത് സാധാരണ ബലിക്കാക്ക അങ്ങനെ ഉണ്ടാവില്ല, കുറവാണ്. കാട്ടിലാണ് കൂടുതലും നമ്മൾ ജംഗിൾ ക്രോ എന്ന് പറയുന്ന സ്പീഷീസ് ഉള്ളത്. പക്ഷേ നമുക്കിപ്പോൾ ഒരു വലിയൊരു പോപ്പുലേഷൻ നമ്മുടെ നാട്ടിൻ പുറത്ത് ഈ ബലിക്കാക്ക ഉണ്ട്. ആ ബലിക്കാക്ക എല്ലാം കൂടി ഇവിടെ വന്ന് ഉറങ്ങുന്നത് ഇവിടെയാണ്. പിന്നെ പരുന്തുകൾ ചിലപ്പോൾ ഉറങ്ങാൻ വരുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ദേശാടന പക്ഷികൾ രാത്രി സേഫായിട്ട് ഉറങ്ങാൻ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ അതൊക്കെ ആ സ്ഥലം മുഴുവൻ പോയി. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ആ പക്ഷികൾ മുഴുവൻ നമുക്ക് ഇവിടുന്ന് പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്കെന്നെ അത്ഭുതം തോന്നിയിട്ട്, കാരണം ഒരു 2-3 മാസം മുന്നേ അവിടെ വന്ന സമയത്ത് ഒരു സൺഡേ അല്ലെങ്കിൽ ഹോളിഡേയ്സിലൊക്കെ ഇവിടെ മുഴുവൻ ആയിരക്കണക്കിന് ആൾക്കാരാണ്. ഈ ഒരു ചെറിയ സ്ഥലമാണ്, ആ ചെറിയൊരു പാറപ്പരപ്പാണ്. ആ പാറപ്പരപ്പിൽ മുഴുവൻ ആയിരക്കണക്കിന് പക്ഷികൾ ഇവിടെ ഇരിക്കും എന്നുള്ളതാണ്. ജയൻറ്റ് വാട്ടർ ബഗ് എന്ന പേരുള്ള ഒരു പ്രാണിയുണ്ട്. ബഗ്ഗിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന, മൂട്ടയുടെയൊക്കെ ഗ്രൂപ്പിൽ വരുന്ന ഒരു പ്രാണി, വലിയ പ്രാണിയാണ്. ഒരു കൂറയേക്കാളും വലുപ്പം കൂടുതലുള്ള ഒരു പ്രാണി. അത്തരം പ്രാണികളൊക്കെ ഇതുപോലെ ലൈറ്റ് കൂടുതലായി കഴിഞ്ഞാൽ ആ ലൈറ്റിലേക്ക് ആകർഷ്ടരാവുകയും തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പഠനത്തിൽ 200ഓളം ഒറ്റ രാത്രി കൊണ്ട് തന്നെ 200ഓളം ഈ ജയൻറ്റ് വാട്ടർ ബഗ്സ് ഈ വെളിച്ചം ഉള്ള ഇലക്ട്രിക് പോസ്റ്റിന് താഴെ, വെളിച്ചം ഹൈമാസ്റ്റ് ലൈറ്റൊക്കെ വെച്ചിരിക്കുന്ന ആ ലൈറ്റ് ലാമ്പ് പോസ്റ്റുകൾക്ക് താഴെ 200-ലധികം എണ്ണം ഉള്ളതായിട്ടും അതൊക്കെ പിന്നീട് ചത്തുപോവുകയാണ് ചെയ്തത്. തിരിച്ച് വെള്ളത്തിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രധാന പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട്. അതായത് നമ്മൾ വിചാരിക്കും ഷഡ്പഥങ്ങളിൽ നിന്നും അല്ലെങ്കിൽ രാത്രി കുറേ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയല്ലേ, അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റും. നമ്മുടെ പല ടൂറിസ്റ്റ് മേഖലകളിലും തെറ്റായിട്ട് അങ്ങനെയുള്ള പഠനം നടത്താത്ത ലൈറ്റുകൾ വെക്കുന്നത്. അപ്പോൾ ഈ ലൈറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രാണികളുടെ പ്രജനനത്തിനെ ബാധിക്കും, നിശാശലഭങ്ങളുടെ വരവിനെ ബാധിക്കും. നിശാശലഭങ്ങളാണ് നമുക്ക് രാത്രി വിരിയുന്ന സപുഷ്പ സസ്യങ്ങളുടെ പരാഗണം നടത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത്. കാരണം തേനീച്ചകൾ കഴിഞ്ഞാൽ ഏറ്റവും നല്ല പരാഗകാരികൾ ശലഭങ്ങളാണ്. രാത്രി വിരിയുന്ന പൂക്കളിൽ കൂടുതലും നിശാശലഭങ്ങൾ പരാഗണം നടത്തുന്നു. പകൽ ആണ് ചിത്രശലഭങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ഈ 2 അമ്പലങ്ങൾ പോകുന്ന വഴിയിൽ പണ്ടത് മാത്രമായിരുന്നു, ഒരു ട്രയൽ മാത്രമായിരുന്നു. ഈ വടുവിൽ നിന്ന് മാടായിക്കാവിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഒരു താര ഉണ്ടായിരുന്നു, വൈത്താര ഉണ്ടായിരുന്നു. ആ താരയിലൂടെ മാത്രമേ ആൾക്കാർ നടന്നിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഈ കാക്കപ്പൂ ഇഷ്ടം പോലുള്ളതാണ്, അറിയാമല്ലോ. ഓണത്തിൻ്റെ സമയത്ത് ആൾക്കാർ മുഴുവൻ പൂ പറിക്കാൻ വരുന്ന സ്ഥലമായിരുന്നു ഈ മടായിപ്പാറയൊക്കെ. പക്ഷേ ഇപ്പോൾ പൂവില്ല. ഇപ്രാവശ്യം എനിക്കൊന്നും കാക്കപ്പൂവില്ലായിരുന്നു. കാക്കപ്പൂ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇല്ല. ശരിക്കും ചെറിയ വെറ്റ്ലാൻഡ്സിൻ്റെ ഇടയിൽ മാത്രം കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്ലാന്റ്സ് മുഴുവൻ ഒരു ഇതെല്ലാം പോയി. നമുക്കറിയാം ഇപ്പോൾ ഡ്രൊസീറ ഇപ്രാവശ്യം കാണുന്നില്ല. എരപിടിയും ചെടിയായിട്ടുള്ള പ്രാണിനെ പിടിക്കുന്ന ഡ്രൊസീറ ഇൻഡിക്ക എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പണ്ടൊരു കുട്ടി എൻ്റെ കീഴിൽ തന്നെ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിറയായിരുന്നു ആ സമയത്ത്, ഒരു 10-15 വർഷം മുമ്പ്. പക്ഷേ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഡ്രൊസീറ പോലും ഇല്ല. ഇപ്പോൾ ഡ്രൊസീറ എന്ന് പറഞ്ഞ പ്രാണീനെ പിടിക്കുന്ന ചെടീനെ കാണാനേ ഇല്ല. ആ രീതിയിലേക്ക് വന്നിരിക്കണം. അപ്പോൾ നമുക്ക് വിസിബിളായിട്ടുള്ള ചേഞ്ചസാണ്. കാരണം ഒരു 5 വർഷത്തിൻ്റെ ഇടയിൽ ഭയങ്കര ചേഞ്ചസ് മാടായിപ്പാറയിൽ വന്നിട്ടുണ്ട്. പൂക്കളില്ല, പക്ഷികൾ തീരെ വരുന്നില്ല, പിന്നെ എന്താ പറയുക, ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആൾക്കാർ മാത്രമാണുള്ളത്, ബാക്കിയുള്ള മുഴുവൻ പോയിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് മാടായിപ്പാറ വന്നിട്ടുള്ളത്. മാടായിപ്പാറയിൽ അനേക ചരിത്ര സ്മാരകങ്ങളുണ്ട്. ജൂതന്മാർ അധിവസിച്ചിരുന്ന 1600 കൊല്ലങ്ങൾക്ക് മുമ്പ് ജൂതന്മാർ ഇവിടെ വന്ന് അധിവസിച്ചിരുന്ന അവരുടെ സുരക്ഷാ പ്രദേശമെന്ന് അവർ കണക്കാക്കുകയും അവർ ജീവിതമാർഗം നേടുകയും ചെയ്ത സ്ഥലമാണ് ഈ മാടായിപ്പാറ. ഏഴുമല രാജാക്കന്മാരുടെ സമ്മതത്തോടുകൂടി
മാടായിപ്പാറയിൽ അധിവസിക്കുകയും ചെയ്തു. അവർ അവരുടെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടും ശുചീകരണത്തിന് വേണ്ടിയുള്ള ആവശ്യത്തിന് വേണ്ടി അനേക പാറയിൽ കുഴിച്ചെടുക്കുന്ന കുളങ്ങളും കിണറുകളും മാത്രമേ പറ്റൂ. പടകുകൾ കെട്ടിയിട്ടുണ്ടാക്കി കുളങ്ങൾ പറ്റില്ല. മാടായിപ്പാറ അങ്ങനെയാണ് അതിൻ്റെ സവിശേഷത. 10-15 മീറ്റർ കഠിന പാറയാണ്. അതുകൊണ്ട് അത്രയും സ്ഥലങ്ങളിൽ വലിയ തോതിൽ വട്ടക്കിണറുകൾ, ചതുരക്കിണറുകൾ, കുളങ്ങൾ, കുടിവെള്ള മേഖലകൾക്ക് വേണ്ടിയിട്ട് മറ്റും കുളിക്കാനും ഒക്കെ ഉണ്ടാക്കി. അതിൻ്റെ ഒരുപാട് അവശിഷ്ടങ്ങൾ ഇപ്പോഴും മാടായിപ്പാറയിൽ ജീവിക്കുന്ന തെളിവുകളായി ഉണ്ട്. ഓൾറെഡി ഒരു സാക്രഡ് ലാൻഡാണ്. നമ്മൾ പറയുമ്പോൾ വളരെ ആൻഷ്യൻ്റ് ആയിട്ടുള്ള ടെമ്പിളൊക്കെ, ഇപ്പോൾ വടുകുന്ന ശിവക്ഷേത്രം, കാണുന്ന ശിവക്ഷേത്രം 9th സെഞ്ച്വറിയിലുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ വളരെ ആൻഷ്യൻ്റ് ടെമ്പിളാണ് ഇപ്പം നമ്മൾ അവിടെ പോയിട്ട് മാടായിക്കാവ്. ഇനി പള്ളികളാണെങ്കിൽ ഇതിൻ്റെ നേരെ താഴെയുള്ള പള്ളിയിൽ എന്ന് പറയുന്നത് പള്ളി ഏകദേശം 1100 ആ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള പള്ളിയാണ്. 1000 വർഷമെങ്കിലും പഴക്കമുള്ള മാടായി പള്ളിയും ഒക്കെ ഇതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ഇതായിട്ടുള്ള സാക്രഡ് ആയിട്ടുള്ള പലതും ഈ മാടായിപ്പാറയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു സാക്രഡ് ഭൂമിയാണ്. അവിടുത്തെ ജനങ്ങൾക്ക് എന്തായാലും ഇതൊരു സാക്രഡ് ലാൻഡാണ്. ജൂയിഷ് സെറ്റിൽമെൻറ്റ് കൂടെ ഉണ്ട്. ജൂയിഷ് സെറ്റിൽമെൻറ്റ് പണ്ട് ഇവിടെ മാടായിലാണ് ജൂയിഷ് സെറ്റിൽമെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ മാത്രമല്ല എല്ലാ സംസ്കാരങ്ങളും ഇതിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. കാരണം ഇതൊരു വലിയ തുറമുഖമായിരുന്നു. മാടായി എന്ന് പറയുന്നത് താഴെയുള്ളത് തുറമുഖം. ഇവിടെ നേരെ നിങ്ങൾ അറബിയൻ സീ കാണാൻ പറ്റും, ഏഴുമല കാണാൻ പറ്റും. അപ്പോൾ ഏഴുമലക്ക് അടുത്തുള്ള ഇത്രയും, കാരണം ഏഴുമല ശരി കടലിൽ ഉന്തി നിൽക്കുന്നൊരു മലയാണ്. മുഷ്ടി ചുരുട്ടി നിൽക്കുന്ന മലയെന്നാണ് പറഞ്ഞിട്ടുള്ളത്, മുമ്പ് എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ എവിടെ നിന്നും കടലിന് എവിടെ നിന്നും ഏഴുമല ഒരു ലാൻഡ്മാർക്കാണ്, വലിയൊരു ലാൻഡ്മാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് കാലം മുതൽ തന്നെ വലിയൊരു തുറമുഖമായിരുന്നു മാരാഹി തുറമുഖം എന്ന് പറയുന്നത്. മാരാഹി തുറമുഖമായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ അറേബ്യൻസ് ആയാലും ഗ്രീക്ക് ആയാലും ചൈനീസ് ആയാലും എല്ലാ സഞ്ചാരികളും ഇവിടെയാണ് വന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാ സംസ്കാരങ്ങളും വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളും ഇവിടെ ഒരു പുണ്യസ്ഥലമായിട്ടാണ് കാണുന്നത് ഇവിടെ പഴയങ്ങാടി അല്ലെങ്കിൽ മാടായി പ്രദേശം. ലോകത്ത് വേറെ എവിടെയില്ലാത്ത പല പ്ലാന്റ്സ് ഇവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്ന 670ഓളം പ്ലാന്റ്സാണ് എനിക്കൊന്ന് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉള്ളത്. അപ്പോൾ അതിൽ പലതും എൻഡമിക്കാണ്. നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ മാത്രം കാണുന്ന ഏകദേശം 10% എൻഡമിക്കാണ്. ലോകത്ത് വേറെ എവിടെയും കാണാത്ത തരത്തിലുള്ള ചെടികളാണ്. അതിൽ തന്നെ ചില ചെടികൾ ഇവിടെ ടൈപ്പ് ലൊക്കാലിറ്റി മാടായിപ്പാറയിൽ മാത്രം കണ്ടെത്തിയിട്ടുള്ള ചില ചെടികളുണ്ട്. അപ്പോൾ അതിവിടെ മാത്രമാണ്, ലോകത്ത് വേറെ എവിടെയില്ല. അപ്പോൾ അങ്ങനെയുള്ള ചെടികളും അതിനോട് ചേർത്തുള്ള. അപ്പോൾ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ മഴക്കാലം വരുന്നതോടുകൂടി ചെറിയ ചെറിയ പൂൾസ് വരും. നമ്മൾ ടെമ്പററി പൂൾസ് എന്ന് പറയും, താൽക്കാലികമായിട്ടുള്ള ചെറിയ വെറ്റ്ലാൻഡ്സ് എന്ന് പറയും. ഈ പാറയിലുള്ള ചെറിയ ഡിപ്രഷൻസിൽ പോലും വെള്ളം നിൽക്കും. ആ വെള്ളത്തിൽ ജീവിക്കുന്ന പല ജന്തുക്കളും അതുപോലെ തന്നെ പ്ലവക ജീവികളും എല്ലാം കൂടി വളരെ സൂക്ഷ്മമായിട്ടുള്ള ജീവികളും സൂക്ഷ്മമായിട്ടുള്ള പ്ലാന്റ്സും എല്ലാം കൂടിയിട്ടുള്ള അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പൂൾസ് എന്ന് പറയുന്നത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്കോസിസ്റ്റമാണ് ഈ ഇങ്ങനെയുള്ള മാടായിപ്പാറ പോലുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഈ പൂൾസിൽ കാണുന്ന ചില സസ്യങ്ങളും അതുപോലെ തന്നെ ജന്തുക്കളും അതുമാത്രമല്ല തവളകൾ, ഇവിടെ കാണുന്ന തവളകളിൽ വളരെയധികം പ്രത്യേകത ഉണ്ട്. കാരണം ബറോയിങ് ആയിട്ടുള്ള തവളകളാണ് കൂടുതലും. കാരണം ബാക്കിയുള്ള സമയങ്ങളിൽ ഭൂമിയുടെ അടിയിലേക്ക് പോവുകയും എല്ലാ സമയങ്ങളിൽ ഈ വെറ്റ് സീസണിൽ ഇവിടെ വന്നിട്ട് ഇവിടെ പുറത്തേക്ക് വരികയും ഈ ചെറിയ ചെറിയ പൂൾസിൽ ബ്രീഡ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ ഇവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു യുണീക്ക് സിസ്റ്റത്തിലാണ് ഇവരെല്ലാവരും ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ തവളകളുണ്ട്, മറ്റുള്ള ജീവികളുണ്ട്, ഇതിന് പുറമെ. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ തന്നെ ധാരാളം പക്ഷികൾ ഇവിടെ വരുന്നുണ്ട്. ധാരാളം പക്ഷികൾ ഇവിടെ കണ്ട്. കാരണം എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇവിടെ ഗോൾഡൻ ഫ്ലവർ എന്ന് പറഞ്ഞാൽ നമ്മൾ മണൽ കോഴി എന്ന് പറയുന്ന സ്പീഷ്യസ്, അത് 500-ലധികം ഇവിടെ കണ്ടിട്ടുണ്ട്. ഈ ഫസ്റ്റ് ആദ്യം വരുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ. പിന്നെ മാത്രമല്ല ചില പക്ഷികൾ ഇപ്പോൾ ദേശാടന പക്ഷികൾ തിരിച്ചു പോകാതെ ഇവിടെ നാട്ടിൽ നിൽക്കുന്ന ഒരു പ്രതിഭാസം, നമ്മൾ ഓവർ സമ്മറിങ്ങിൽ ഓവർ വിൻ്ററിങ് എന്നൊക്കെ പറയും, നമ്മൾ അതിദേശാടനം എന്ന് പറയുന്നത്. അപ്പോൾ അത് തിരിച്ചു പോകാതെ ഈ ഭാഗത്തുള്ള എല്ലാ പക്ഷികളും, എന്നാൽ ദേശാടന പക്ഷികൾ സാധാരണ നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ വന്ന് മാർച്ച് ഏപ്രിലിൽ നമുക്ക് അവർ തിരിച്ചു പോകും. അവിടെയാണ് കൂട് കെട്ടുന്നത്. ഹിമാലയത്തിന് വടക്ക് ഭാഗത്തുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് അത് പറന്ന് അവിടെയാണ് കൂട് കെട്ടി തിരിച്ച് നമ്മുടെ ഇവിടേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള പക്ഷികൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ കുറേ ഫിസിയോളജിക്കലി ഫിറ്റ് അല്ലാത്ത അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ ഫസ്റ്റ് ഇയേഴ്സ് സെക്കൻഡ് ഇയേഴ്സൊക്കെ മിക്കവാറും അവർ ഇവിടെ തന്നെ തങ്ങും. അപ്പോൾ തങ്ങുമ്പോൾ അവർക്കുള്ള സ്ഥലം കൂടിയാണത്. കാരണം ആ തങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ മെയ് മാസം മുതലാണ് അവർ തങ്ങേണ്ടത്. അപ്പോൾ മെയ് മാസം മുതൽ മാടായിപ്പാറ ആക്റ്റീവാണ്. മാടായിപ്പാറയിൽ സ്പ്രിംഗ് ആണ്, വെറ്റ് സീസണാണ്. അപ്പോൾ ധാരാളം ആഹാരം കിട്ടുന്നതുകൊണ്ടും വളരെ സേഫായിട്ടുള്ള സ്ഥലം എന്നുള്ള രീതിയിലും ഇവിടെ ധാരാളം ഇപ്പോൾ നമുക്കറിയാം ലെസർ സാൻഡ് ഫ്ലവർ എന്ന് പറയുന്ന മണൽക്കോഴികൾ, അവർ വലിയ നമ്പേഴ്സ് 500-ലധികമുള്ള നമ്പേഴ്സ് മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരെണ്ണം പോലും കാണുന്നില്ല. അപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എനിക്ക് പ്രത്യേകിച്ച് നോർത്ത് കേരളയിൽ തന്നെയുള്ള തിരിച്ചു പോകാത്ത പക്ഷികൾ ചിലപ്പോൾ ഒരു അഭയം കണ്ടെത്തുന്ന സ്ഥലമായിരിക്കണം മാടായിപ്പാറ. അപ്പോൾ എനിക്ക് 80s തന്നെ നമ്മൾ വലിയ നമ്പേഴ്സ് ഇവിടെ കണ്ടിട്ടുണ്ട്. ആ നമ്പറൊക്കെ കുറഞ്ഞു പോയി. ഇപ്പോൾ കർലൂസ് സാൻഡ് പേപ്പർ എന്ന് പറയുന്നത് കുറേ, അതുപോലെ തന്നെ ഈ ലെസർ സാൻഡ് ഫ്ലവറും ഗ്രേറ്റർ സാൻഡ് ഫ്ലവറും അങ്ങനെയുള്ള പക്ഷികളൊക്കെ ധാരാളം ഇവിടെ
കൂട്ടമായിട്ട് ഉണ്ടാകുന്ന ഒരു സ്ഥലമായിരുന്നു. അതൊക്കെ ഇപ്പോൾ എനിക്കൊന്ന് അടുത്ത കാലത്തായിട്ട് തീരെ ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ പക്ഷികളുടെ നമ്പേഴ്സിൽ ഭയങ്കരമായിട്ട് നമ്പർ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഗ്രൗണ്ട് നെസ്റ്റിംഗ് ബേഡ്സാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പം നമ്മൾ വാനമ്പാടികൾ, ഈ വാനമ്പാടികൾ ഇപ്പോൾ തന്നെ കേൾക്കാൻ പാട്ട് കേൾക്കാൻ പലതും. അപ്പോൾ വാനമ്പാടികൾ മലബാർ ക്രസ്റ്റലാർക്കൊക്കെ ധാരാളമുള്ള സ്ഥലമാണ്. അപ്പോൾ അവരൊക്കെ ഗ്രൗണ്ട് നെസ്റ്റിംഗ് ബേഡ്സാണ്. പിന്നെ നമ്മൾ ലാപ്പിങ്സ് എന്ന് പറയുന്ന തിത്തിരി പക്ഷികൾ ധാരാളം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെ ഗ്രൗണ്ട് നെസ്റ്റിംഗ് ആണ്. പക്ഷേ ഗ്രൗണ്ട്സിൽ മുഴുവൻ ആൾക്കാരും വണ്ടി അയക്കാനാൽ ഇവിടെ നെസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നുകൊണ്ട് ഇപ്പോൾ സ്റ്റോൺ കർലിയോ, നമ്മൾ വയൽക്കടലൻ എന്നൊക്കെ പറയുന്നത്, അതൊക്കെ വലിയ നമ്പേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു, പണ്ട് കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും ഇപ്പോൾ കാണുന്നേയില്ല. അപ്പോൾ ഗ്രൗണ്ട് നെസ്റ്റിംഗ് ബേഡ്സിന് മുഴുവൻ നന്നായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പക്ഷികളും ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇനി പൂമ്പാറ്റകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ധാരാളം പ്ലാന്റ്സ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഫ്ലവറിങ് പ്ലാന്റ്സിന് ധാരാളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാടായിപ്പാറയിൽ മാത്രം ഈ ചെറിയൊരു സ്ഥലത്ത്, നമ്മളിത് ഈ അമ്പലത്തിൻ്റെ നേരെ ബാക്കിലെ ഒരു സ്ഥലത്ത് മാത്രം ഈ ചെറിയൊരു ഏരിയ, എനിക്കൊന്നൊരു 1 കിലോമീറ്റർ പോലും നടക്കണ്ട, ഒരു 500 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു 50-ലധികം സ്പീഷീസ് സീസണിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ടോട്ടൽ നമ്മളിപ്പോൾ ഇത്രയും കാലത്ത് നമ്മുടെ ഒബ്സർവേഷനിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 160 സ്പീഷീസെങ്കിലും ഇവിടെ കാണുന്നു. കേരളത്തിൽ 327 സ്പീഷീസാണ്. അതിന് നേരെ പകുതി ഏകദേശം 50% എങ്കിലും കേരളത്തിൽ കാണുന്ന ബട്ടർഫ്ലൈസിൻ്റെ 50% ഇവിടെ കാണുന്നുള്ളതാണ്. അപ്പോൾ അതന്നെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത്രയും ചെറിയൊരു സ്ഥലത്ത് ഇത്രയധികം പൂമ്പാറ്റകളെ കാണുന്നു. അതുപോലെ തന്നെ ഈ ടെമ്പററി വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത് അവിടെയാണ് തുമ്പികൾ ധാരാളം ബ്രീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 60-ലധികം തുമ്പികൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മാടായിപ്പാറയിൽ മാത്രം. അങ്ങനെ ഓരോ ജീവികളെക്കുറിച്ച് നമ്മൾ ധാരാളം, ഒരുപക്ഷെ എനിക്കൊന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഠിക്കപ്പെട്ടുള്ള ഒരു കുന്നെന്ന് പറയുന്നത് മാടായിപ്പാറയായിരിക്കും. ഇനി ഒരു കുന്നിനെക്കുറിച്ച് റെഫറൻസ് നമ്മൾ ആദ്യം പറയുമ്പം നമ്മുടെ മനസ്സിൽ വരുന്നൊരു സ്ഥലവും മാടായിപ്പാറയാണ്. അപ്പോൾ ആ മാടായിപ്പാറേൻ്റെ അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാരിവിടെ വന്ന് പഠിച്ചു പോയിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇപ്പോൾ അമിനോപ്റ്റർ, നമ്മൾ വാസ്പ്, കടന്നലിൻ്റെ കൂട്ടത്തിൽ പെട്ടുള്ള കുറേ സ്പീഷീസുകളുണ്ട്. അതിൽ തന്നെ നമുക്കൊരു 40ഓളം സ്പീഷീസുകൾ നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. കുറേ പുതിയ സ്പീഷീസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുഴിയാനത്തുമ്പിയുടെ ഒരു പുതിയ സ്പീഷീസ് അടുത്ത കാലത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് മാടായിപ്പാറയിൽ നിന്ന്. അങ്ങനെ പല ജീവികളും പുതിയതായിട്ടുള്ള കുറേ ഇപ്പോൾ സ്പൈഡറിൻ്റെ ഒരു പുതിയ സ്പീഷീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറേ അധികം സ്പീഷീസുകൾ ഇവിടെ തന്നെ ഈ ഒരു ചെറിയ പാറയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിലെ 328 തരം ചിത്രശലഭങ്ങളിൽ വലിയൊരു ശതമാനം, ഏകദേശം 160ഓളം ചിത്രശലഭങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിൽ പലതും നമ്മുടെ എൻഡമിക് സ്പീഷീസാണ്, പശ്ചിമഘട്ട മേഖലയിൽ മാത്രം കാണുന്നത്. അതുപോലെ വന്യജീവി നിയമത്തിൻ്റെ ഷെഡ്യൂൾ 1-ൽ 1-ാമത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിച്ചിരിക്കുന്നതുമായ ചിത്രശലഭങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ സംസ്ഥാന ചിത്രശലഭമായ ബുദ്ധമയൂരി, അതുപോലെ തന്നെ ഗരുഡശലഭം, ക്രിംസൺ റോസ് എന്ന് അല്ലെങ്കിൽ നാട്ടു റോസ് എന്ന് പറയുന്ന, അതുപോലെ ചക്കരശലഭം, അങ്ങനെയുള്ള എൻഡമിക് സ്പീഷീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷെഡ്യൂൾ 1-ൽ ഒക്കെ പെടുത്തിയിട്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് ചിത്രശലഭങ്ങൾ. അതുപോലെ പുള്ളിവാലൻ എന്ന് പറയുന്ന ചിത്രശലഭം, അതും കേരളത്തിൽ മാത്രം ഈ പശ്ചിമഘട്ട മേഖലയിൽ മാത്രം കണ്ടുവരുന്നതും വന്യജീവി നിയമത്തിൻ്റെ 1-ാമത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ചിത്രശലഭങ്ങൾക്കൊക്കെ ഈ മാടായിപ്പാറയുടെ സമരത്തിന് ശേഷമാണ് മലയാളത്തിലൊക്കെ പേര് വരുന്നത്. അതായത് ചിത്രശലഭങ്ങൾക്കൊന്നും പഴയ കാലത്ത് സായിപ്പന്മാരോ അല്ലെങ്കിൽ മലയാളികളായ അധികം ആളുകളൊന്നും ചിത്രശലഭ രംഗത്ത് പഠനം നടത്താത്തതുകൊണ്ട് തന്നെ മലയാളത്തിൽ പേരുണ്ടായിരുന്നില്ല. കാരണം ചിത്രശലഭങ്ങളെ പറ്റി നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ കുറച്ച് പേര് മാത്രമേ ആ ശലഭ പഠന രംഗത്തുണ്ടായിരുന്നു. അക്കാഡമിഷ്യന്മാരായ ആളുകൾ വളരെ കുറച്ച് പേരേ ഉണ്ടാവും. ജാഫർ പാലോട്ടിനെ പോലുള്ള ആളുകൾ ഒരു ജനകീയമായ ശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന ആൾ എന്ന നിലയിലും, അതുപോലെ യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസർ കുഞ്ഞികൃഷ്ണൻ, ഇവരൊക്കെയാണ് ആ സമയത്ത് ചിത്രശലഭ പഠന രംഗത്ത് അക്കാഡമീഷ്യന്മാരായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ സീക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് ചെറുപ്പക്കാരായ ആളുകൾ. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ചേർന്നിട്ടാണ് ചിത്രശലഭങ്ങളുടെ ഒരു പഠനം ജനകീയമാക്കണമെങ്കിൽ, പക്ഷികളുടെ പേര് ജനകീയമായതുപോലെ ചിത്രശലഭങ്ങളെപ്പറ്റി ആളുകൾക്ക് കൂടുതൽ കൗതുകം ജനിപ്പിക്കണമെങ്കിൽ അതിനും ചുവന്ന പാറ്റ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശാസ്ത്രീയമായ പേരോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കോമൺ നെയിമോ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളിൽ ആളുകൾക്ക് ബോധ്യപ്പെടാത്തൊരവസ്ഥയുണ്ടാകും. അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി ഇത്തരം ജീവജാതികൾക്കൊക്കെ മലയാളത്തിൽ പേര് കൊടുക്കണം എന്നുള്ള ഒരു തോന്നലിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ സീക്കിലുണ്ടായിരുന്ന കുറച്ച് പേര്, ഒരു 5-10ഓളം പേര് ജാഫർ പാലോട്ടിൻ്റെ വീട്ടിൽ അന്ന് കൃത്യമായി പറഞ്ഞാൽ ഞാൻ ആ തീയതി ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 1997 ഏപ്രിൽ 12-നാണ് ഒരു മീറ്റിംഗ് ചേർന്നിട്ട് ചിത്രശലഭങ്ങൾക്ക് അന്ന് 55 എണ്ണത്തിന് 55 ചിത്രശലഭങ്ങൾക്ക് മലയാളത്തിൽ പേര് കൊടുത്തിരുന്നു. അതേസമയത്ത് തന്നെ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പിന്നീട് തുമ്പി പഠനം നടത്തുന്ന ആളുകളും തുമ്പികൾക്ക് മലയാളത്തിൽ പേര് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കേരളത്തിലെ 188 തരം തുമ്പികൾക്ക് മലയാളത്തിൽ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തുമ്പികളുടെ വൈവിധ്യം വളരെ കൂടുതലാണ്. കാരണം ഇവിടെയുള്ള വെള്ളക്കെട്ടുകൾ, തുമ്പികൾ മുട്ടയിടുന്നത് വെള്ളത്തിലാണ്. അതിന് പ്രജനനം അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. അപ്പോൾ ഇവിടെയുള്ള ചെറിയ പാറക്കുളങ്ങളിലും അതുപോലെ ഈ വടുകുന്ന തടാകത്തിലും അവിടെയുള്ള വലിയ പാറക്കുളത്തിലും ചെറിയ ചെറിയ താൽക്കാലിക ടെമ്പററി പൂൾസ് എന്ന് പറയുന്ന ചെറിയ ചെറിയ
വെള്ളക്കെട്ടുകളിലൊക്കെയാണ് തുമ്പികൾ മുട്ടയിടുന്നത് പ്രജനനം നടത്തുന്നത്. ഇപ്പോൾ കേരളത്തിൽ കാണുന്ന ഈ പറയുന്ന 188 തരം തുമ്പികളിൽ ഏകദേശം 60ഓളം തരം തുമ്പികളെ മാടായിപ്പാറയിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതിലൊരു തുമ്പി പഴയ കാലത്ത് നമ്മുടെ നിരീക്ഷണത്തിൻ്റെ കുറവ് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇവിടെയും അതുപോലെ അരവഞ്ചൽ കാവിൽ നിന്നും മാടായിപ്പാറയിൽ നിന്നുമാണ് ലിറിയോതെമിസ് അസിഗാസ്ട്ര എന്ന പേരുള്ള ഒരു ശലഭത്തെ കേരളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ മാത്രം ഉണ്ടായിരുന്നെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ഒരു തുമ്പിയായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ 2010 ശേഷമാണ് അതിൻ്റെ ഒരു കുറിപ്പായിട്ട് ഒരു ജേണലിൽ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ തൊഴുകയും പ്രാണികൾ നമുക്ക് കേരളത്തിൽ എനിക്കൊന്ന് ഒരു 70-ഓളം തരം തൊഴുകയും പ്രാണികൾ ഇവിടെ ഒരു 30-ലധികം തൊഴുകയും പ്രാണികളെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ കടന്നലുകൾ പുതിയ ചില സ്പീഷീസുകളൊക്കെ ഇവിടെ നിന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 40ഓളം തരം കടന്നലുകളെ മാടായിപ്പാറയിൽ കണ്ടുവരുന്നുണ്ട്. പിന്നെ അടുത്ത കാലത്തായിട്ട് നമ്മളെ ഈ കുഴിയാനത്തുമ്പി എന്ന് പറയുന്ന വിഭാഗം, അതായത് ന്യൂറോപ്റ്റിറ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൽ ഉൾപ്പെടുന്ന തുമ്പിയോടൊക്കെ ചെറിയ രൂപപരമായിട്ട് സാദൃശ്യം തോന്നിക്കുന്ന നമ്മൾ കുഴിയാനത്തുമ്പി എന്ന് പറയുന്ന ആൻലയൺ എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു പുതിയ സ്പീഷീസ് മാഡായിയൻസിസ് എന്ന സ്പീഷീസ് പേര് കൊടുത്തിട്ട് ഒരു പുതിയ സ്പീഷീസ് മാടായി കാവിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞ 2022 ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ശാസ്ത്രീയമായ പേരൊക്കെ കൊടുത്തിട്ട് അത് പബ്ലിഷ് ചെയ്തു വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൂടാതെ മറ്റ് ഷഡ്പദങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ, വണ്ടുകളെ നോക്കിക്കഴിഞ്ഞാൽ, നിശാശലഭങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ ആയിരക്കണക്കിന് നിശാശലഭങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് വെറും എന്നാ തരിശായിട്ടുള്ളൊരു പാറ എന്നുള്ളതാണ്, കരിമ്പാറക്കൂട്ടം എന്നുള്ളതാണ്. പക്ഷെ അതല്ല, ഇത് ശരിക്കും നല്ലൊരു അക്വിഫെയറാണ്. ഈ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞു പുഴകളും കടലും ഇതൊക്കെയാണ് ചുറ്റുപാടും കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ ഈ സാൾട്ട് വാട്ടർ ഇൻട്രൂഷൻ, നമ്മളെ ഉപ്പിൻ്റെ അംശം ഉള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് മാടായി പോലുള്ള സ്ഥലങ്ങളിൽ കിണറിലൊക്കെ ഉപ്പിൻ്റെ അംശം ധാരാളം ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതിനെ തടഞ്ഞു നിർത്തുന്ന ഒരു സ്ഥലമാണ് ശരിക്കും മാടായിപ്പാറ. ഈ നല്ലോണം വെള്ളം കുടിച്ചിട്ട് ഈ പാറ മുഴുവൻ ശരിക്കും പറഞ്ഞാൽ നല്ല ബെസ്റ്റ് അക്വിഫെയർ എന്നാണ് പറയുക. ശരിക്കും വെള്ളം അതിന് ചെറിയ സുഷിരങ്ങളിലേക്ക് കൂടി വെള്ളം താഴോട്ടേക്ക് പോയി അത് ഉള്ളിലേക്ക് പോയി ഉള്ളിൽ ശേഖരിച്ച് വെച്ച് താഴോട്ടുള്ള ആൾക്കാർക്ക് മുഴുവൻ വെള്ളം കൊടുക്കും. ഇതിൻ്റെ തൊട്ടടുത്ത് നിങ്ങളോട് ഇവിടെ ഒരു ടാങ്ക് ഉണ്ടായിരുന്നു, അവിടെ ടാങ്ക് കാണുന്നുണ്ട്. ആ ടാങ്ക് വാട്ടർ അതോറിറ്റീൻ്റെ ടാങ്കാണ്. അതിൽ ഡെയിലി 40,000 ലിറ്റേഴ്സ് വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പമ്പ് ചെയ്യും വാട്ടർ അതോറിറ്റി. അത് ഈ വെറും പാറക്കെട്ടുന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല ഈ കുന്നിൻ്റെ മഴ പെയ്ത് കഴിഞ്ഞാൽ 7 വെള്ളച്ചാട്ടങ്ങൾ ഇതിൻ്റെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ അതിലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ കുളങ്കര പള്ളി എന്ന് പറയും, ആ പള്ളീൻ്റെ അടുത്തുള്ള ഒരു കുളമാണ്. ആ കുളത്തിൻ്റെ അവിടുന്ന് പിന്നെ തലയാട്ടം വെള്ളം എന്നാണ് പറയുക, തല പോലും ആടിപ്പോവും, അങ്ങനത്തെ വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അത് മഴ പെയ്ത് 2 ആഴ്ച കഴിഞ്ഞാൽ, ജൂണിൽ 2 ആഴ്ച കഴിഞ്ഞാൽ ഈ വെള്ളം കുടിച്ച് വീർത്ത് അവസാനം വെള്ളം കൂടുതലാകുമ്പോൾ പുറത്തേക്ക് ചാടണം. അങ്ങനെയാണ് വെള്ളച്ചാട്ടം ഉണ്ടാകുന്നത്. അപ്പോൾ ആ വെള്ളച്ചാട്ടം വന്നിട്ട് ആ വെള്ളച്ചാട്ടത്തിൽ നമ്മൾ നോക്കിയപ്പോൾ ഒരു മിനിറ്റിൽ ഏകദേശം 500 ലിറ്റർ വെള്ളം വരുന്നുണ്ട്. ഒരു ബക്കറ്റ് എടുത്ത് സിമ്പിളായിട്ട് നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ഒരു മിനിറ്റിൽ 500 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളത് 5 മിനിറ്റിൽ എത്ര നോക്കി, 5 മിനിറ്റിൽ 2500 ലിറ്റർ അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ നമ്മൾ ഒരു ദിവസം മാത്രം 10 ലക്ഷം ലിറ്റർ വെള്ളം അതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ വെള്ളം എടുത്ത് നമ്മൾ ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മിനറൽ വാട്ടറിനേക്കാളും ബെസ്റ്റ് വാട്ടറാണ്, ഭൂമിൻ്റെ അടിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം ടെസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ കുട്ടികളോട് ഇത് പറയുന്ന ഒരു കഥയാണ്. കാരണം ഈ ഒരു വെള്ളത്തിൻ്റെ വില എന്താണെന്ന് പറഞ്ഞാൽ 20 രൂപയാണ് മിനറൽ വാട്ടറിൻ്റെ വില അല്ലേ, ഒരു ലിറ്ററിന്. അപ്പോൾ ഈ 10 ലക്ഷം ലിറ്ററിൻ്റെ വില എത്രയാണെന്ന് വെച്ചാൽ 2 കോടിയാണ്. അപ്പോൾ ഇത് 6 മാസത്തോളമൊക്കെ മുമ്പ് വെള്ളം വന്നുകൊണ്ടിരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറഞ്ഞു പോയി. കാരണം ഇപ്പോൾ ഈ ഡിസ്റ്റർബൻസൊക്കെ വന്നതിന് ശേഷം ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയും, പല സ്ഥലങ്ങളിലും ഈ വെള്ളം വരുന്നത് കുറഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഇവിടെ ഈ മാടായിപ്പാറ ചേർത്തുന്ന വെള്ളത്തിൻ്റെ കണക്ക് മാത്രം വെച്ചിട്ട് ഈ മാടായിപ്പാറ നമുക്ക് ഓരോ വർഷവും ചെയ്തു തരുന്ന സേവനം 30,000 കോടി രൂപയുടെ സേവനമാണ്. മറ്റ് സേവനങ്ങളുണ്ട്. നമ്മളിപ്പം ഇവിടെ വന്നിട്ട് ഈ സൗന്ദര്യം ആസ്വദിക്കുന്നു, കാക്കപ്പൂവിൻ്റെ ഫോട്ടോ എടുക്കുന്നു, അല്ലെങ്കിൽ മറ്റ് രീതിയിൽ ഏഴിമലയെ നോക്കി കാണുന്നു, ഇവിടെ ഉള്ള സ്കൈലാർക്കിൻ്റെ പാട്ട് കേൾക്കുന്നു. അതിന് നമ്മൾ എങ്ങനെ വിലയിടും? അതിന് വിലയിടാൻ പറ്റുമോ? ആകാശത്തിന് വിലയിടാൻ പറ്റുമോ? പുഴകൾക്ക് വിലയിടാൻ പറ്റുമോ എന്ന് നമ്മുടെ റെഡ് ഇന്ത്യൻ മൂപ്പൻ ചോദിച്ചതുപോലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഉന്നയിക്കേണ്ടി വരും. അങ്ങനെയിരിക്കെ ഇപ്പോൾ കേരയിൽ എന്ന് പറയുന്ന ഒരു പുതിയ പ്രസ്ഥാനം മംഗലാപുരത്ത് നിന്ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ വളച്ചെടുക്കുന്നതിന് പകരം അവർ നേരിട്ടിട്ട് അങ്ങനെയാണ് ഇവിടെ മാടായിപ്പാറ പൂർണ്ണമായും കട്ടൻ കവർ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി 25 മീറ്റർ ആഴത്തിലും 25 മീറ്റർ വീതിയിലും 2.5 കിലോമീറ്റർ നീളത്തിൽ കട്ടിങ് ഉണ്ടാക്കി
അതിൽ കൂടെ കേരയിൽ ഉണ്ടാക്കാൻ വേണ്ടി അലൈൻമെൻറ്റ് നടത്തിയത്. പക്ഷേ കേരയിൽ ഞങ്ങൾ ഒറ്റപ്പെട്ട സമരം അല്ലാത്തതുകൊണ്ട് കേരയിൽ പൊതുവേ ഇനി ഇല്ലാതാകുന്ന ഒരവസ്ഥ ആണ് കൂടുതൽ സാധ്യത ഉണ്ടാകാനുള്ള അവസ്ഥയല്ല. അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകമായി മാടായിപ്പാറയിൽ സമരം ചെയ്യുന്നില്ല. ഇനി കേരയിൽ ഏതെങ്കിലും കാരണവശാൽ നടപ്പാവുകയാണെങ്കിൽ മാടായിപ്പാറയിൽ കൂടെ ഈ അലൈൻമെൻറ്റ് വലിക്കാൻ ഞങ്ങൾ വിടില്ല, നിർബന്ധമാണ്. ഒരു കാരണവശാലും മരിച്ചു വീഴും ഞങ്ങൾ. മഹാരാഷ്ട്രയിലെ ഖാസ് പ്ലാറ്റ്യൂ എന്ന് പറയുന്നത് മാടായിപ്പാറയേക്കാളും വൈവിധ്യമുള്ള ഏതാണ്ട് ഇതേപോലുള്ള വലിയൊരു ലാറ്ററൈറ്റ് പ്ലാറ്റ്യൂ അല്ലെ വലിയൊരു ചെങ്കൽ പാറപ്പരപ്പാണ് ഖാസ് പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. ആ ഖാസ് പ്ലാറ്റ്യൂവിൽ വളരെ പരിമിതമായിട്ട് ആളുകളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഇത്ര ആളുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന രീതിയിൽ. അതുപോലെ തന്നെ നമുക്ക് പല പഞ്ചായത്തുകൾക്കും അതുപോലെ ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെയൊക്കെ പദ്ധതികളുണ്ട്. കൺസർവേഷൻ റിസർവുകൾ അല്ലെങ്കിൽ ഹെറിറ്റേജ് സൈറ്റ് എന്ന പേരിൽ. പഴയ കാലത്താണെങ്കിൽ അതിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അതിന് മീറ്റിങ്ങൊക്കെ ചേർന്നിട്ട് അതിന് ചില പ്രൊസീജിയർ നടപ്പിലാക്കാനുണ്ടായിരുന്നു. അതിന് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ അംഗീകാരം വേണം. പക്ഷേ ഇന്ന് ഒരു പഞ്ചായത്തിന് ഇതുപോലെ ജൈവസമ്പന്നമായ ഒരു മേഖല വേണമെങ്കിൽ പ്രാദേശിക കൺസർവേഷൻ റിസർവുകളായിട്ട് അല്ലെ പ്രാദേശിക കൺസർവേഷൻ ഹെറിറ്റേജ് സൈറ്റുകളായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റും. കാസർഗോഡ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടന്നിട്ടുണ്ട്. കേരളത്തിൽ ചില 3-4 പ്രദേശങ്ങളിൽ അത്തരം ഹെറിറ്റേജ് സൈറ്റുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. കാസർഗോഡ് ഈ പാലപ്പൂവൻ ആമ എന്ന് പറയുന്ന ഒരു ചന്ദ്രഗിരി പുഴയുടെ ഒരു പ്രദേശം, പാലപ്പൂവൻ ആമ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ആമയുണ്ട്. ആ ആമയുടെ കൺസർവേഷനുമായി ബന്ധപ്പെട്ട് ആ ഒരു മേഖലയെ കൺസർവേഷൻ റിസർവായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ മാടായിപ്പാറയും പഴയ കാലത്ത് എനിക്കൊന്ന് 2018 ബയോഡൈവേഴ്സിറ്റി ബോർഡ് മുൻകൈ എടുത്തുകൊണ്ട്, ഞാനൊന്ന് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ ജില്ലാ കോർഡിനേറ്ററായിരുന്നു. മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ ഇതുപോലെ ഈ ഒരു ലാറ്ററൈറ്റ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ചില തൽപര കക്ഷികൾ പല ആളുകളൊക്കെ അതിന് തുരങ്കം വെച്ചിട്ട് പാര വെച്ചിട്ട് അത് ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലുള്ള ഈ വിശാലമായ ഇത്തരം ജൈവവൈവിധ്യ കേന്ദ്രങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിറ്റി റിസർവുകളാക്കാം. കേരളത്തിലെ ആദ്യത്തെ ഒരു കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി റിസർവ്. കേരളത്തിലെ ആദ്യത്തെ ഒരു കമ്മ്യൂണിറ്റി റിസർവാണ്. വേറെ കാര്യം ഇത് ദേവസ്വം ലാൻഡാണ്. ദേവസ്വം ലാൻഡാകുമ്പോൾ ചിലപ്പോൾ കൺസർവേഷൻ റിസർവ് ആയിരിക്കും വേണ്ടി വരിക. കൺസർവേഷൻ റിസർവ് മഹാരാഷ്ട്രയിലൊക്കെ ഇതുപോലുള്ള പ്ലാറ്റോസ്, ഇങ്ങനെയുള്ള ലാറ്ററൈറ്റ് പ്ലാറ്റോസ് അവർ കൺസർവേഷൻ റിസർവ് ആക്കിയിട്ടുണ്ട്. കൺസർവേഷൻ റിസർവ് എന്ന് പറഞ്ഞാൽ എനിക്കെന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ മാത്രം ഏകദേശം 27 കൺസർവേഷൻ റിസർവ് ഉണ്ട്. കേരളത്തിൽ ഒരു കൺസർവേഷൻ റിസർവ് പോലും ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും എനിക്കിത് പ്രൊട്ടക്ട് ഏരിയ എന്നുള്ള കൺസെപ്റ്റ് പോലും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. സാക്രഡ് ലാൻഡ് എന്നുള്ള പേരിലെങ്കിലും ആൾക്കാർ ഇത് സംരക്ഷിക്കണം. ഈ ഒരു ഏൻഷ്യൻറ്റ് ടെമ്പിളായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ സംരക്ഷിച്ചാലെങ്കിലും ഒരു സാങ്ച്വറി ആക്കാൻ പറ്റില്ലേ. സാങ്ക്ടം സാങ്ക്ടോർ എന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സാങ്ച്വറി, ലാറ്ററൈറ്റിന് വേണ്ടി സാങ്ച്വറി ആക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാങ്ച്വറി, ലാറ്ററൈറ്റിന് വേണ്ടി നമുക്ക് സാങ്ച്വറിയേ ഇല്ല അല്ലേ. നമ്മൾ ഈ ഒരു ചെങ്കൽ കുന്നുകൾക്ക് വേണ്ടിയിട്ട് ഒരു സാങ്ച്വറി നമുക്ക് എവിടെയില്ല. അപ്പോൾ ആ ഒരു സാങ്ച്വറി എന്നുള്ളൊരു കൺസെപ്റ്റ് അങ്ങനെയും കൊണ്ടുവരാം നമുക്ക് വേണമെങ്കിൽ. ഇവിടെ മാടായിപ്പാറ ഈ കയ്യേറ്റങ്ങളിൽ നിന്നും ഈ ടൂറിസം മേഖല ആക്കുന്ന ഒരവസ്ഥയിൽ നിന്നും പിന്നെ അനേക കള്ളരേഖകളുണ്ടാക്കി കൈവശം ആളുകളും സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും കൈക്കലാക്കുന്നതിനും എതിരായി ഒരു സ്ഥിരം ഒരു പരിഹാരം മാടായിപ്പാറ കാണുന്നത് ഇത് പുരാവസ്തു വകുപ്പ് ഈ മാടായിപ്പാറ ഏറ്റെടുക്കുക എന്നുള്ളതാണ്.